ബന്ദിപ്പൂ ഇത് നമ്മളിവിടെ നാടൻ ഭാഷയിൽ കൊങ്ങണി എന്ന് പറയും. ഇത് ബന്ദിപ്പൂ എന്ന് പറയും. പല പല പേരുണ്ട്. ഗുജറാത്തിലേക്കും മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ വേറെ വേറെ പേരാണ്. ഇത് ഓണ സീസൺ നമുക്കിപ്പോൾ ഏറ്റവും കൂടുതൽ ശബരിമല സീസണാണ് ഇപ്പോൾ പോകുന്നത്. ഓണ സീസണ് 10 ദിവസം സമയമുള്ളെങ്കിലും ഇതിനെപ്പറ്റി നമുക്ക് കൃഷിയെ പറ്റിയോ അല്ലെങ്കിൽ വിപണിനെ പറ്റിയോ ഒന്നും എനിക്കറിയത്തില്ലായിരുന്നു. ഇതെൻ്റെ കൂട്ടുകാരൻ നൗഷാദ് നെല്ലിമുട്ടിലാണ് ഞങ്ങൾ ഇതിനെപ്പറ്റി പറയും. ഞങ്ങൾ പോയി തെങ്കാശിയിൽ നിന്നിൻ്റെ തൈ കൊണ്ടുവന്നു. അത് കഴിഞ്ഞത് പ്ലാന്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റാത്ത കാരണം പറഞ്ഞാൽ പെരുമഴയായിരുന്നു. പിന്നെ ഞങ്ങൾ അതിനെപ്പറ്റി ഒന്നും ചിന്തിക്കാൻ പോയില്ല. തൈ 2 അടി ദൂരത്താണ് ഈ തൈ നട്ടേക്കുന്നത്. നമ്മുടെ കൃഷിഭവൻ്റെയൊക്കെ നിയമപ്രകാരം ഇത് 1.5 തൊട്ട് 2 അടിയാണ് ഇതിൻ്റെ ദൂരം പറഞ്ഞേക്കുന്നത്. പിന്നെ കിളിപ്പ് പൊട്ടാൻ താമസം ഉണ്ടെങ്കിൽ മണ്ട നുള്ളി വിടണമെന്നാണ് പറഞ്ഞത്. പക്ഷേ നുള്ളേണ്ട ആവശ്യം വന്നില്ല. ഒരെണ്ണത്തിൽ 20ഓളം 25ഓളം ഒക്കെ കിളിപ്പുള്ളതുണ്ട്. ഈ തൈയൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു 30 കിളിപ്പുണ്ട്. അപ്പോൾ നമുക്ക് ഒരു മാസം വരെ അതിൻ്റെ വിളവെടുക്കാം. ഒരെണ്ണത്തിൽ ഇപ്പോൾ ഓൾറെഡി ഒരു 6-7 പൂ 8 പൂ വരെ വിരിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇത് ഓണകാലത്തൊരു നല്ല സംരംഭമാണ്. അതിലൊക്കെ ഉപരി ഇത് മനസ്സിനും നമുക്കൊരു നല്ല കുളിർമ തരുന്നതും നമ്മുടെ ഒരു മൈൻഡ് ഫ്രഷ് ആവുന്നതിനൊക്കെ ഇത് വളരെ നല്ലൊരു സംഭവമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു ചെടിയുടെ പ്ലാന്റിൻ്റെ ഇതുകൊണ്ട് എൻ്റെ മോന് കുട്ടികർഷനുള്ള ഈ വർഷത്തെ അവാർഡ് കൊളുത്തുപുഴ പഞ്ചായത്തും നമ്മുടെ കൃഷിഭവനും എല്ലാം കൂടി ചേർന്ന് കേരള സർക്കാരിൻ്റെ ഒരു കുട്ടികർഷണ അവാർഡ് കിട്ടി. കഴിഞ്ഞ വർഷത്തെ നല്ല കർഷകനുള്ള അവാർഡ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഈ വാഴയുടെയും അതുകൊണ്ടൊക്കെ തന്നെ പപ്പായ കൃഷിയുണ്ട്, വാഴയുണ്ട്, എല്ലാത്തരം വാഴയുണ്ട്. പിന്നെ ചാമ്പപ്പൂവൻ നമ്മുടെ തമിഴ്നാടിന് കേന്ദ്രീകരിച്ച് വരുന്ന ചാമ്പക്കണൻ എന്ന് പറഞ്ഞ ചാമ്പപ്പൂവൻ അത് നല്ലൊരു വിളവായിട്ടിരിക്കുന്നത്. ഇപ്പോൾ ഇത് എല്ലാം 1000 മൂട് കവുങ്ങ് നട്ടേക്കുന്നത് കൊണ്ട് ഇതെല്ലാം ഞാൻ പ്ലാന്റ് മാറ്റി ചെയ്തിരിക്കുകയാണ്. ഇനി കവുങ്ങും ഇടയ്ക്ക് പച്ചക്കറി കൃഷിയാണ് ഇപ്പോൾ തുടർന്ന് പോകാൻ ഉദ്ദേശിക്കുന്നത്. ഇതൊരു വലിയ ഈ ഒരു വിപണനത്തിലോട്ട് ഇതൊരു കൃഷിയിലോട്ട് നമ്മൾ തിരിഞ്ഞു പറഞ്ഞാൽ വലിയൊരു ലാഭം കൊയ്യാനോ ഒന്നിനുമല്ല. പിന്നെ ഇത് നമുക്കൊരു ഫസ്റ്റ് കൃഷിയാണ്. ഇതിലോട്ട് എന്താണ് ഇതിൻ്റെ സാധ്യത, എന്താണ് ഇതിൻ്റെ മെച്ചം എന്നൊക്കെ നമുക്ക് നോക്കാൻ വേണ്ടി സാമ്പിളായിട്ട് ചെയ്തതാണ് 2500 മൂട്. എന്നാലും കുഴപ്പമില്ല. ഒരു 500ഓളം മൂട് ഇതിനകത്ത് ഉണങ്ങിപ്പോയിട്ടുണ്ട്. അത് മണ്ണിൻ്റെ ദോഷമാണ്. അടുത്ത പ്രാവശ്യം നമ്മൾ ചെയ്യുമ്പോൾ മണ്ണ് ട്രീറ്റ്മെൻ്റ് എല്ലാം ചെയ്ത് അതിനോട് ഒരുക്കത്തോടു കൂടിയായിരിക്കും ചെയ്യുന്നത്. എന്നാൽ 2000 മൂടോളം നമുക്കുണ്ട്. 2000 മൂട്ടി എങ്ങനെ പോയാലും ഒരു 15-20 പൂ നമുക്ക് കിട്ടും. ഇപ്പോൾ തൽക്കാലം ഒരു 6-7 പൂ വെച്ച് വിരിഞ്ഞിട്ടുണ്ട്. ഇനി മഴ ഒരു ദോഷമാണ്. മഴ ഇങ്ങനെ കണ്ടിന്യൂ നിന്നാൽ പൂവെല്ലാം അഴുകി പോകും. അപ്പോൾ അതിനു മുമ്പിട്ട് വിരിഞ്ഞ പൂക്കളെല്ലാം നമുക്ക് ഇതിൻ്റെ വിളവെടുക്കണം. അതാണ് മെയിനായിട്ടുള്ള. ഈ കൃഷിയിലേക്ക് വരാൻ താല്പര്യമുള്ളവർക്ക് നമുക്ക് ഇവിടുന്ന് അടുത്ത വർഷത്തേക്ക് അവർക്ക് വിത്ത് ഇത് ഹൈബ്രിഡ് ആയതുകൊണ്ട് വിത്തെടുക്കാൻ പറ്റില്ല. ഇത് നമ്മുടെ നാടൻ അല്ല. ഇത് ഹൈബ്രിഡ് ആയതുകൊണ്ട് ഇതിൽ നിന്ന് വിത്ത് ശേഖരിക്കാൻ നോക്കത്തില്ലെന്നാണ് എൻ്റെ അറിവ്. എന്നാലും ഞാൻ കൃഷിഭവനുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചിട്ട് ആർക്കെങ്കിലും ഇത് വരാൻ താല്പര്യമുള്ളവർക്ക് ഇതിൽ നിന്നോ അല്ലെങ്കിൽ തെങ്കാശിയിൽ നിന്ന് ഞാൻ എടുത്തിടത്തുനിന്ന് എൻ്റെ തൈകൾ വരുത്തി കൊടുക്കുക. അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ പോകുമ്പോൾ എൻ്റെ കൂടെ കൊണ്ടുവന്ന് അവരെയും കൂടെ കൂട്ടിക്കൊണ്ടുപോയി അവർക്ക് ഇതിന് വേണ്ട സഹായങ്ങൾ ചെയ്ത് കൊടുക്കുമെന്ന് ഞാൻ തീർച്ചയായിട്ടും ഉറപ്പുവരും. ഓണമായതുകൊണ്ടോ മഞ്ഞ മാത്രം സെലക്ട് ചെയ്താണ്? അല്ല, ഇത് നമുക്ക് കിട്ടിയതില്ല. ഇത് യഥാർത്ഥത്തിൽ നമുക്ക് തൈ 2 കളറാണ് നമ്മൾ ചോയ്സ് ചെയ്തിരുന്നത്. ഒന്ന് ഓറഞ്ചും വെള്ളയും, 3 വെള്ളയും കൂടാണ്, വെള്ളയും മഞ്ഞ്. അപ്പോൾ ഓണകാലത്ത് നമുക്ക് ഓറഞ്ച് ഇഷ്ടം പോലെ എല്ലായിടത്തും ഉണ്ട്, മഞ്ഞ ഇല്ല. പക്ഷേ നമുക്ക് അത് പറഞ്ഞ് ഭാഗ്യം ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് വേറെ കളർ കിട്ടൂ. ഇച്ചിരി ലേറ്റായി പോയതിനാൽ നമുക്ക് മഞ്ഞ മാത്രമേ കിട്ടിയത്. എന്നാലും മഞ്ഞ ഒരു നല്ല വെറൈറ്റിയാണ്. ഓണത്തെ സംബന്ധിച്ച് ഓണത്തിനും ദീപാവലിക്കും മഞ്ഞ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. പിന്നെ ദീപാവലിക്ക് ഓറഞ്ചും കൂടെ എടുക്കും. കുഴപ്പമില്ല. എന്നാലും ബഹുമാനി കൊള്ളാവുന്ന വിളവ് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ബഹുമാനിയായ കൊളുത്തുപുഴ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് മാഡം ഇപ്പം ഇവിടെ കടന്നു വരുവാണ്. ഇതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി അതിയായ സന്തോഷമുണ്ട്. Hey,
ബഹുമാനപ്പെട്ട ഈ 11-ാം മൈൽ വാർഡിലെ മെമ്പർ ശ്രീ ജോസഫ്, കടമാങ്കോട് വാർഡിലെ മെമ്പർ ശ്രീ സന്തോഷ്, പഞ്ചായത്തിൻ്റെ മുൻ വൈസ് പ്രസിഡന്റും 2-ാം വാർഡിലെ മെമ്പർ കൂടിയായ നബീറ സൈഫുദ്ദീൻ, CDSൻ്റെ ചെയർപേഴ്സൺ ശ്രീ കൈരളി, നമ്മുടെ MEC സുമീന, ഏറ്റവും പ്രിയങ്കരായ നമ്മുടെ ഇവിടുത്തെ കർഷകരായ ലളിത ചേച്ചി, നമ്മുടെ കുട്ടി കർഷകൻ അലം, അതുപോലെ തന്നെ മാത്യു ജോർജ്, അദ്ദേഹത്തിൻ്റെ വൈഫ്, പത്രമാധ്യമ സുഹൃത്തുക്കളെ, ഇവിടെ എത്തിച്ചേർന്ന മറ്റ് ബഹുമാനീയരെ, ഏറെ സന്തോഷം നിറഞ്ഞ ഒരു നിമിഷത്തിലാണ് നമ്മൾ ഇന്ന് ഇവിടെ നിൽക്കുന്നത്. ഈ ജെണ്ടുമല്ലിപ്പൂവ് അതിൻ്റെ വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഇവിടെ നിൽക്കുന്നത്. ഏറെ കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്തിൽ പല പ്രദേശത്തും നമ്മൾ ജെണ്ടുമല്ലിപ്പൂവ് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും കൃഷിഭവൻ്റെ ഉദ്യോഗസ്ഥൻ അനീഷ് ഇവിടെയുണ്ട്, അതിൻ്റെ നേതൃത്വം നമ്മൾ നടത്തി കഴിഞ്ഞു. പക്ഷേ ഇത് അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഇവർ തനതായിട്ട് വിത്ത് ശേഖരിച്ച് ഇവിടുത്തെ ഈ 2 ഏക്കർ കൃഷിത്തോട്ടത്തിൽ വിവിധങ്ങളായ കൃഷികൾ ചെയ്ത് മനുഷ്യന് രാവിലെ ഇറങ്ങുമ്പോൾ കാണുന്ന ഒരു സന്തോഷമുണ്ട്. നമ്മുടെ വിളവെടുപ്പ് ഉൽപ്പന്നം നമ്മൾ കൃഷി ചെയ്ത് നമുക്കുണ്ടാകുന്ന വലിയ സന്തോഷം. ആ സന്തോഷത്തിൽ ഈ കുടുംബം പണ്ട് മുതലേ കൃഷിയുമായി മുമ്പോട്ട് പോകുന്നതാണ്. അതിന് ഉദാഹരണമാണ് ലളിത ചേച്ചി. കടമാങ്കോട് അടക്കം ദീർഘകാലം നമ്മുടെ പഞ്ചായത്തിൻ്റെ കർഷക കൂട്ടായ്മയിലെ അംഗവും കൃഷിയുമായി ഈ നാട്ടിലെ നമുക്ക് വിഷമില്ലാത്ത ഉൽപ്പന്നം നമ്മുടെ പഞ്ചായത്തിലുള്ളവർക്ക് വിറ്റഴിക്കുന്ന ഒരു കർഷക കുടുംബമാണ്. ഇനിയും അവർ വലിയ നിലയിൽ ഇപ്പോൾ നമ്മൾ കുട്ടി കർഷകനെ നമ്മൾ ആദരിച്ചതാണ് ഈ വർഷം നമ്മുടെ കർഷക ദിനത്തിൽ. അപ്പോൾ ആ മോനടക്കം ഈ കർഷക വൃത്തിയിലേക്ക് കൂടുതൽ വ്യാപൃതമാകുവാനും നമ്മുടെ ഗ്രാമപഞ്ചായത്തിലുള്ള മറ്റ് ജനങ്ങളിലേക്ക് ഇതൊരു മാതൃകയായ പ്രവർത്തനത്തിലേക്ക് കാഴ്ചവെക്കുവാനും കൂടി കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ഓണക്കാലത്ത് ആ കുടുംബത്തിന് പ്രത്യേകം ഓണം ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരു ഓണ ആശംസ കൂടി നൽകിക്കൊണ്ട് ഇന്നത്തെ നമ്മുടെ ജെണ്ടുമല്ലി പൂവിൻ്റെ ഉദ്ഘാടനം നടത്തിയതായി സന്തോഷപൂർവ്വം അറിയിക്കുന്നു.